PSC റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ PSCയുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞ മെസ്സേജ് വന്നിട്ടുള്ളത് കാസർഗോഡ് ജില്ലയിൽ LGS പരീക്ഷ എഴുതിയിട്ടുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നാണ്. അപ്പോൾ ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ കാസർഗോഡ് ജില്ലയിൽ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളിൽ നിന്നും, അതായത് LGS പരീക്ഷ എഴുതിയിട്ടുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള മെസ്സേജ് പ്രൊഫൈലിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാസർഗോഡ് ജില്ലയിൽ LGS പരീക്ഷ എഴുതിയിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ മെസ്സേജ് വന്നിട്ടുണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ കൃത്യമായും ക്ലിയറായും നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുക. അതിനധികം സമയമൊന്നും ഉണ്ടാവില്ല, അധികം ദിവസത്തെ പരിധിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് ചെയ്തില്ലെങ്കിൽ അത് നമ്മുടെ ഷോർട്ട് ലിസ്റ്റിനെയൊക്കെ ബാധിക്കും. അപ്പോൾ നിങ്ങൾ കൃത്യമായും ക്ലിയറായും വേഗം തന്നെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ കാസർഗോഡ് ജില്ലയുടെ പരീക്ഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2024 നവംബർ 2-ാം തീയതി PSC കൊല്ലം, പാലക്കാട്, വയനാട് ജില്ലകളുടെ ഒപ്പമാണ് കാസർഗോഡ് ജില്ലയുടെയും ഒരുമിച്ച് ഒന്നാമത്തെ ഘട്ടമായിട്ട് LGS പരീക്ഷ നടത്തിയിരുന്നത്. ഇനി ഈ നമ്മുടെ ചാനലിൽ അന്ന് ഇതിൻ്റെ കട്ട് ഓഫ് അനാലിസിസ് ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ കാസർഗോഡ് ജില്ലയിൽ നമ്മളുടെ ഒരു അഭിപ്രായ പ്രകാരം 60-നും 65-ൻ്റെയും ഇടയിൽ കട്ട് ഓഫ് വരാനാണ് ചാൻസ്. ഞാൻ ജനറൽ കാറ്റഗറിയാണ് പറയണത്. അപ്പോൾ നിങ്ങൾ ഈ പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ മാർക്ക്, അതായത് കാൽക്കുലേറ്റീവ് ഫൈനൽ ആൻസറിക്കൊക്കെ വന്നു കഴിഞ്ഞാണല്ലോ, അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച മാർക്കും അതുപോലെ തന്നെ കാറ്റഗറിയും ദയവീത് കമൻസിലിട്ടാൽ ഈ ജില്ലയിൽ പരീക്ഷ എഴുതിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എത്ര മാർക്കൊക്കെ ഉള്ളവർക്കാണ് പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടുള്ളതെന്ന് അറിയാൻ സാധിക്കും. അതൊരു ഉപകാരമായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ കാസർഗോഡ് ജില്ലയിലെ പരീക്ഷയ്ക്ക് എൻ്റെ ഫൈനൽ ആൻസർ കീ വന്നു കഴിഞ്ഞപ്പോൾ 5 ചോദ്യങ്ങൾ ഡിലീറ്റഡ് ആക്കി, പിന്നെ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ചേഞ്ച് ചെയ്യുകയും ചെയ്തു, അതായത് കറക്റ്റ് ചെയ്തു. അപ്പോൾ 95-ലാണ് ഈ പരീക്ഷയുടെ മൂല്യനിർണ്ണയം നടന്നിട്ടുള്ളത്. ഇനി കാസർഗോഡ് ജില്ലയിൽ ഇതുവരെ ഈ PSC LGS പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്ത ഉദ്യോഗാർത്ഥികളുടെ എണ്ണം 18,964 പേരും ഉറപ്പ് നൽകിയവർ 12,703 പേരുമാണ്. അതിൽ പരീക്ഷ എഴുതിയതെന്ന് പറയാൻ 8,068 പേരാണ്. അപ്പം നമ്മുടെ ലഭ്യമായ കണക്കനുസരിച്ചിട്ടുള്ളതാണ് ഇത് ഈ എണ്ണമൊക്കെ ഉള്ളത്. അങ്ങനെ മൊത്തം എല്ലാ ജില്ലകളും കൂടെ 3,10,071 പേരാണ് കൺഫേം നൽകിയിട്ടുള്ളതും. അതിൽ പരീക്ഷ എഴുതിയത് 2,03,257 പേരാണ് മൊത്തം എല്ലാ ജില്ലകളും കൂടെ പരീക്ഷ എഴുതിയിട്ടുള്ളത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് വളരെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ലിസ്റ്റിൽ ഇപ്രാവശ്യത്തെ ലിസ്റ്റിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ജോലി സാധ്യത വളരെ കൂടുതലാണ്. കാരണം മുൻ വർഷത്തെ അപേക്ഷിച്ച് വളരെ കുറവ് ഉദ്യോഗാർത്ഥികളാണ് ഇപ്രാവശ്യം പരീക്ഷയൊക്കെ എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജോലി സാധ്യതയും കൂടുതലാണ്. അപ്പോൾ ഇപ്പോൾ ഈ LGS പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് എല്ലാ ജില്ലകളും നിലവിലുണ്ടല്ലോ. അപ്പോൾ കാസർഗോഡ് ജില്ലയിൽ ഇപ്പോൾ നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഏകദേശം ആകെ നിയമന ശുപാർശകൾ, അതായത് അഡ്വൈസ് മെമ്മോ പോയിട്ടുള്ളത് 261 ഉദ്യോഗാർത്ഥികൾക്കാണ്. ഇതിൻ്റെ മെയിൻ ലിസ്റ്റിൽ കാസർഗോഡ് ജില്ലയിൽ ഏകദേശം 433 പേരാണ് ഉള്ളത്. അതിൽ ഏകദേശം 261ഓളം പേർക്ക് ടോട്ടൽ അഡ്വൈസ് കാസർഗോഡ് ജില്ലയിൽ നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി 2025 ജൂലൈ 17 വരെ ഉണ്ടല്ലോ. അപ്പോൾ ഇനിയും കുറേ നിയമനങ്ങളും കൂടെ നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ ലിസ്റ്റിൽ നിന്നാണ് നിയമനങ്ങൾ നടക്കുക. ഓക്കെ, അപ്പം ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, ഈ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച മാർക്കും കാറ്റഗറിയും പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടുള്ളവർ ദയവ് ഇത് കമൻസിലിടുക. ഓക്കെ, ഈ ചാനൽ നിങ്ങളിതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ, താങ്ക് യു.